ബംഗാളികളെ കൊണ്ട് പ്രസാദം ഉണ്ടാക്കാം. ബംഗാളികളെ കൊണ്ട് പ്രസാദം ഉണ്ടാക്കാം. ഇത് വ്യക്തമായിട്ടും AC മുന്നേ അറിയിച്ചിരുന്നതാണ്. വ്യക്തമായി AC നമ്മൾ പറഞ്ഞിരുന്നല്ലേ, അന്ന് നമ്മള് കൃത്യമായി പോയി പറഞ്ഞിരുന്നല്ലേ. എന്താണിത്? നിങ്ങൾ കാണും, ഇങ്ങോട്ട് അകത്തോട്ട് നോക്ക്, നിങ്ങൾ അകത്തോട്ട് നോക്ക്. അവിടെ അടുക്കി വെച്ചേക്കാണ്. നമ്മളെ ഗണപതി അമ്പലത്തിന്റെ പേര് ഇതിലേക്കൂടെ നോക്കാൻ കാണാം. പ്രസാദം ഉണ്ടാക്കണം. കണ്ടോ, രണ്ടുപേരുടെ ഫോണും ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവന്മാർ ഇറങ്ങി ഓടുകയും ചെയ്തു. ഇതിനകത്തോട്ട് നോക്കാണ്ട് പ്രസാദം. ഇത് ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ നടക്കുമോ ഈ തൊഴിൽ തെണ്ടിത്തരം? നടക്കുമോ? മനസ്സിലായി. എന്തു ആവാം, ദേവസ്വം ബോർഡിന് എന്ത് തോന്നിവാസമാവാന്നാണ്. അനുമതിയാണ്, 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 ദേവസ്വം ബോർഡ് അനുമതിയാണ്, ദേവസ്വം ബോർഡ് അനുമതിയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം സംഭവിച്ചത് എന്താണെന്ന് മാഡം വ്യക്തമാക്കണം. അസിസ്റ്റന്റ് കമ്മീഷണർ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. ഇതിനു മുമ്പേ ഞങ്ങൾ വ്യക്തമായി പരാതി നൽകിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് മാഡം അന്വേഷിച്ചില്ല? പരാതിയായിട്ട് തന്നിട്ടില്ല. ഞാനിത് അന്വേഷിച്ചതാണ്. അന്വേഷിച്ചപ്പോ ഇങ്ങനൊരു കാര്യമല്ല പറഞ്ഞത്. തിടപ്പള്ളി തന്നെയാണ് ഇത് പ്രസാദം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കണ്ടുബോധ്യപ്പെട്ടല്ലോ. കണ്ടുബോധ്യപ്പെട്ടു. എന്തും മാഡം അന്വേഷിച്ചു. തിടപ്പള്ളിയിൽ മാഡത്തിന് കയറാൻ പറ്റില്ലെങ്കിൽ മാഡം അതിനുള്ള ആളെ വിട്ട് അന്വേഷിപ്പിക്കണമായിരുന്നു. ഈ പറയുന്നത് സത്യമാണോ എന്ന് കണ്ടെത്താൻ. അതല്ലേ മാഡം എല്ലാവരും പറഞ്ഞു വിശ്വസിക്കാതെ ഇതാണ് ഇപ്പോഴത്തെ തിടപ്പള്ളി. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നമ്മളിതൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളെ നമ്മൾ നമ്മുടെ നെറ്റിയിൽ ധരിക്കുന്ന ഈ പ്രസാദ ചന്ദനം ഏത് രീതിയിൽ മാഡത്തിന് പറഞ്ഞൂടാ. ഞാനിവിടെ 12 വർഷം ഉപദേശം ഏത് രീതിയിൽ അഴിമതി മോദം പിടിച്ച സംഭവം അറിയാം. 10-65 ചാക്ക് വെളിയിൽ നിന്ന് പുറത്ത് വെച്ച് കച്ചവടം ചെയ്ത് അത് തന്നെ. അതുപോലെ ഇവിടെ വരുന്ന അന്നദാനത്തിന് ഈ എന്നെ വിളിച്ച് ഇവിടെ പൈസ കൊണ്ട് കൊടുത്ത് എത്ര പേരുണ്ടാവും? ഞാൻ പറഞ്ഞ അമ്പലത്തിൽ കൊടുക്കട്ടെ, അതിന്റെ റെസീറ്റ് നമ്മളെല്ലാം വിവരാശപ്രകാരം ചോദിക്കും. മാഡം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ കാലാകാലങ്ങളെ വരുന്ന AC നല്ല മാസപ്പടി ഉണ്ട്. ഇത് വ്യക്തമായിട്ടുള്ള ഓക്കെ മാഡം വാങ്ങിച്ച് കാണില്ല. കാലാകാലങ്ങളായി വരുന്ന ഞാൻ പറഞ്ഞത് കാലാകാലങ്ങളായി വരുന്ന AC ഉപയോഗിക്കുന്നു. മാഡം ഇപ്പൊ വന്നിട്ടുണ്ട്. അവർക്ക് സ്വർണ്ണം വല്ല അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വിവരാവകാശം ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ ഗണപക്ഷത്തിന്റെ വിഷയത്തിൽ പൂർണ്ണമായി BJP ഹിന്ദു സംഘടന ഇത് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. അവിടെ വിതരണം ചെയ്യുന്ന ഉണ്ണിയപ്പം പാർപ്പിൻ ഉണ്ടാക്കുന്നതാണ്. ഹിന്ദു ഐക്യവേദി അത് പരിഹരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലെ ഹർജി കൊടുത്തിരിക്കുകയാണ്. വിധി ഉടനെ വരും. നിലവിൽ ഇതിന്റെ അംശം ഈ പാരഫിൻ എണ്ണയിൽ ഉണ്ടാക്കി ക്യാൻസർ വരുത്തുന്ന ഉണ്ണിയപ്പം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് ഇവിടുത്തെ AOയ്ക്കും ACക്കും നേരത്തെ 200 ജീവനക്കാർക്കും എല്ലാം പങ്കുണ്ട്. ഇത് അവിടെ ബ്ലാക്ക് വിൽക്കുന്നത് ഒരു മാസം 15 ലക്ഷം രൂപ പുറത്തുള്ള ഉണ്ണിയപ്പമാണ് ഒരു മാസം ബ്ലാക്ക് വിൽക്കുന്നത്. ഇതെല്ലാം വിഹിതം വെച്ചെടുക്കുകയാണ്. പാരഫിൻ എണ്ണ വഴി ഉണ്ടാക്കുമ്പോൾ 500 രൂപയുടെ വെളിച്ചെണ്ണ 150 രൂപയ്ക്ക് കിട്ടും. അതുവഴി കിട്ടുന്നത് ഓരോ ദിവസവും 1 ലക്ഷം രൂപ പുറത്താണ്. ദേവസ്വം ബോർഡ് അതിനകത്ത് ഇങ്ങോട്ട് പോരാ. മാഡം വിളിച്ചു കഴിഞ്ഞാൽ ആരും ഫോൺ എടുക്കുന്നില്ല. മാഡം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല. മാഡത്തിന്റെ നിലവാരം മാഡം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വരും? എങ്ങനെയാ സാർ? ഗവർണറാണ് വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. ആൾക്കാരുണ്ടായിരുന്നു. 2 മൊബൈലും കാര്യങ്ങളും അതിനകത്ത് ഇരിപ്പുണ്ടെന്നാണ്. സാധാരണ അമ്പലത്തിനോട് ചേർന്നാണ് നിർമ്മിക്കേണ്ടത് അല്ലേ? ഭക്തം പോലും സ്വന്തം ക്ഷേത്രത്തിന്റെ ആ കാമ്പൗണ്ട് വെച്ചുണ്ടാക്കാൻ പറ്റാതെ അപ്പുറത്തുള്ള വീട്ടിൽ വെച്ചുണ്ടാക്കുമെന്ന് പറഞ്ഞാല് ഇതിന്റെ അപമാനമല്ലേ ഹിന്ദുക്കൾക്ക്? ഹിന്ദുക്കൾ തടകുടഞ്ഞെഴുന്നേക്കണം. ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരെയും ചൂര് വെച്ചടിച്ച് പുറത്താക്കണം. ഇവിടെ CIT ഇവിടെ മൊത്തം പ്രശ്നം അങ്ങോട്ട് പറയുന്നതാണ്. പേടിച്ച് ഫോൺ എടുക്കുന്നു. മനസ്സിലായി എന്താ സംഭവം?
മേഡം വിളിക്കുക, ഒരളവ് ഇവിടെ എടുക്കാൻ പറ്റില്ല. അല്ല, ഇതിനകത്ത് എന്താണോ ഇത് സംഭവിക്കാൻ കാരണം എന്ന് പറയാൻ അമ്പലത്തിന്റെ ഏരിയ പോലും കയറാൻ കൊള്ളാത്തവർ അമ്പലത്തിൽ വെള്ളം കഴിക്കുന്നതാണ്. അടുത്ത അവര് ആരെങ്കിലും 3 വർഷം പടിയടിക്കണം. അങ്ങനെയുള്ളവരൊക്കെ അടുത്ത 3 വർഷം ഗണപതി അമ്പലത്തിൽ, അടുത്ത 3 വർഷം പടിയടിക്കണം അമ്പലത്തിൽ. അവർക്ക് മീഡിയേറ്റർ വേണം. അവർക്ക് ഈ വിഹിതങ്ങൾ അതല്ല, പങ്കുവയ്ക്കുന്ന ഒരാൾ വേണമല്ലോ. പങ്കുവെച്ച് കൊടുക്കുന്ന ഒരാളാണ്, അതാണ് അയാൾ മീഡിയേറ്റർ. അമ്പലത്തിന്റെ ഏരിയ പോലും കയറ്റിക്കൂടാത്തവരെ അമ്പലത്തിൽ ഭരിക്കാതിരിക്കും. ബംഗാളികളെ വെച്ച് പ്രസാദം ഉണ്ടാക്കുന്നത് കേരളത്തിൽ ഒരമ്പലവും കാണുന്നില്ല. നമ്മൾ 4 വഴി കൂടെ ഓടുന്നത് ക്ഷേത്രപ്രസാദം ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇത് കണ്ടെത്തിയപ്പം പൂട്ടിയിട്ട് അവർ ഇറങ്ങി ഓടി. പാവം ഭക്തജനങ്ങൾ ആലോചിക്കണം, ഏത് നാട്ടിൽ നിന്നൊക്കെ കേരളത്തിന്റെ ഏതൊക്കെ സ്ഥലത്തു നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് തൊഴിൽ ഭക്തി അടഞ്ഞിട്ട് പ്രസാദം ധരിച്ചിട്ട് പോകുന്ന ആസിഡ് ചേർന്ന പ്രസാദം അല്ലേ? അതെ അതെ, ഒരു വൃത്തിയോ ശുദ്ധിയോ ക്ഷേത്രത്തിനുള്ളിൽ വെക്കണം. അടുക്കിയ കെട്ടടിക്കിരിക്കുന്ന കെട്ടി അടുക്കി വെച്ചേക്കാം അവിടെ. ആരാണ് ഇത് നോക്കുന്നത്? ഒരു നാഥനില്ലേ, ദേവസ്വം ബോർഡിന് ഒരു നാഥനില്ലേ ഇവിടെ? ഞങ്ങൾ ഭരിക്കാൻ ദേവസ്വം ബോർഡ് നിങ്ങൾ അറിയിപ്പോ, AC അറിയിപ്പോ, AO അറിയിപ്പോ, ഞങ്ങൾ കയറി ഭരിക്കാം. ഞങ്ങൾക്ക് ക്ഷേത്രം എങ്ങനെ കൊണ്ടുപോകണം? 25 വർഷമായിട്ട് കൊട്ടാരക്കര ജീവനക്കാരൻ ചായക്കടയിൽ വന്നിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തപ്പോ അതിന്റെ കൂടെ സ്വർണത്തിന്റെ പൊട്ടിറങ്ങി വരുവാ. അപ്പൊ എന്താ ഇതിന്റെ ഉത്തരവാദിത്തം AC ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരല്ല ഇവിടെ വരണം. ഇതിന്റെ ഉത്തരവാദിത്തം ഇത് ചെയ്തവരും ചെയ്യിപ്പിച്ചവരും കൂട്ടുന്നവരും എല്ലാവരും ഇവിടെ വരണം, അല്ലാതെ പിരിഞ്ഞു പോകുന്നതല്ല. ശക്തമായിട്ട് BJP ചെയ്യുന്നത് മര്യാദയാണ് കാണിക്കുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇത് പല കൊടുത്ത കേസാണ്. 6-7 പേര് ബംഗാളികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടത്. ഞങ്ങളെ കണ്ടോണ്ട് ആളുകൾ ഓടി. അവർക്ക് മേലാൽ ആവർത്തിക്കരുത്. ഇതിന് ശക്തമായ നടപടിയെടുത്ത് ഞങ്ങൾ ഇവിടുന്ന് വിരിയത്തുള്ളൂ. കഴിഞ്ഞ മാസം ഞാൻ AO കണ്ടപ്പം പുതിയ മേശാന്തി വരുമ്പം അടിയന്തരമായിട്ട് പ്രസാദം ആ തിടപ്പള്ളിക്കകത്ത് ചെയ്യണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല. വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. മാഡം ഇത് പള്ളിക്കൽ ഒരു വീട്ടിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്, അത് നടക്കത്തില്ല, ഇവിടെ നടക്കത്തില്ല. അത് മാഡത്തിനോട് ACയോട് ഞാൻ പറഞ്ഞ അത് നടക്കത്തില്ല. അതിന് ശക്തമായ ഒരു തീരുമാനം തിടപ്പള്ളിയിൽ ഉണ്ടാക്കി കൊടുത്ത് പുതിയ വരുന്ന തിരുമേനിക്കെങ്കിലും ഈ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഇത് ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചവിട്ടി മാത്രമേ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള മുഴുവൻ ജീവനക്കാരെ ഇവിടെ കാണുകയാണ്. മുഴുവൻ ജീവനക്കാരെ ഈ വാർഡ് കൌൺസിലർ കൂടിയാ പറയുന്നത് ഇത് ഞങ്ങൾ അനുവദിക്കില്ല. ഹൈന്ദവ സംഘടനകളും BJP ശക്തമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ഞങ്ങൾ അമ്പലത്തെ അടിമുടി മാറ്റും, അഴിമതികളും ഇതുപോലുള്ള കൊള്ളരായ്മകളും. ഇതുകൂടാതെ പള്ളിക്കലും ചെയ്യുന്നുണ്ടോ? ഒരുപാട് ഇത്തരത്തിൽ ഭക്തജനങ്ങളെ ഒരു മണിക്കൂറായിട്ട് ഇവിടുന്ന് DC ആണോ ആരാണ്? സാറേ നമസ്കാരം. ഒരു മിനിറ്റ് സർ 1 സെക്കൻഡ്. നമസ്കാരം. നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ചുമതലയുള്ള വ്യക്തിയാണ് സംസാരിക്കുന്നത്. കൌൺസിലറുണ്ട്, 2 3 കൌൺസിലർമാരുണ്ട്. നിലവിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള, ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന, ഏറ്റവും കൂടുതൽ ദേവസ്വം ബോർഡിന് കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ സാധാ ചന്ദനമോ കരിപ്രസാദമോ പോലും കൊടുക്കുന്നതിന് നീതി പുലർത്താത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും എന്ത് വിശ്വസിച്ച് അമ്പലത്തിൽ ഞങ്ങൾ ദർശനത്തിന് പോകണം? അതിന്റെ പ്രസാദമാണ്. നിലവിൽ ഒരു ദയനീയ അവസ്ഥയാണ്. ഭക്തജനങ്ങൾക്ക് ഉള്ള വികാരം എന്ന് പറയുന്ന ദയനീയ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ മുഴുവൻ ജീവനക്കാരെയും ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യണം, അതിന് പരിഹാരം ഉണ്ടാക്കണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൌൺസിലറായാലും BJPയുടെ ജില്ലാ താലൂക്ക് മുതലുള്ള വ്യക്തികളുണ്ട്. അവർക്കിതിന് പരിസരവാസികളാണ്, അവർക്കിത് കൂടുതൽ പറയാൻ കഴിയും. ഇത് കണ്ടെത്താൻ വേണ്ടി കമ്മീഷണറും പ്രസിഡന്റും ഈ സ്ഥലത്തെത്തണം. ഇത് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് AC വിളിച്ചിട്ട് പോലും ആരും എടുക്കുന്നില്ല. ഒരു റിപ്പോർട്ട് വേണ്ട, നിങ്ങളിങ്ങ് വന്നാൽ മതി. ഇവിടെ വന്നാൽ മതി. നിങ്ങൾ ബോർഡ് ഡയലോഗൊന്നും വിടണ്ട. ശബരിമലയുടെ വാതിലടക്കാൻ വേണ്ടി നിന്ന കമ്മീഷണറും അല്ലെങ്കിൽ പ്രസിഡന്റും ബാക്കിയെല്ലാ ആളുകളും, ഈ പ്രസിഡന്റും കമ്മീഷണറും ആണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ആയിട്ടുള്ള ആളുകൾ ഇതൊരു വലിയൊരു കുറ്റമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ ഇത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ നേരിട്ടെത്തണം. അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, ഞങ്ങൾ എങ്ങും പോകത്തില്ല. ഇത് നിസ്സാര കാര്യമല്ല. ഇത് ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള നടപടിയെടുക്കുന്നെങ്കിൽ പോകാം, പിരിഞ്ഞു പോകാം.
അല്ല നിങ്ങൾ ആരെ വിളിച്ചാലും ഒന്നുമില്ല. നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി എന്ത് ചെയ്താലും വിഷയമില്ല. ഞങ്ങൾ ഭക്തജനങ്ങൾ, ഞങ്ങൾ കൊട്ടാരക്കര ഗണേശ ഭക്തന്മാരാണ്. ഞങ്ങൾ ബിജെപിയുടെ കാര്യകർത്താക്കളാണ്, ഹിന്ദു ഐക്യ കാര്യകർത്താക്കളാണ്. നിങ്ങൾ കൂടുതൽ വിരട്ടൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. നിങ്ങൾ കൂടുതൽ വിരട്ടൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഇവിടെ ആസിഡ് മിക്സ് ചെയ്ത കരിപ്രസാദവും ചന്ദനവുമാണ് കൊടുക്കുന്നത്. ഇത് തിടപ്പള്ളിയിൽ ചെയ്യേണ്ട കാര്യം, ഇത് തിടപ്പള്ളിയിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇതിൽ വാടക വീട്ടിൽ പല ഇടത്തായി വെച്ച് ഇതുപോലെ ഉണ്ടാക്കി ബംഗാളികളെ അടക്കം കൊണ്ട് ചെയ്തിട്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളെ വഞ്ചിക്കാനാണെങ്കിൽ DC ആയാലും എവിടെ ഞങ്ങൾ തിരുവനന്തപുരത്തായാലും നിങ്ങൾ DC തടയും. ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ബിജെപിയെയും നിങ്ങൾ ഹിന്ദു ഐക്യവും നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ വിരട്ടൊന്നും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ AC-യുടെ കാര്യത്തിൽ അത് നടക്കത്തില്ല. ഒരു AC തടഞ്ഞു വെച്ചിട്ട് പോലെ അയാൾ പറഞ്ഞ കേട്ടാ, ഇതാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. ഒരു വനിതയായ ഒരു AC തടഞ്ഞു വെച്ചിട്ട് അവർക്ക് ഉത്തരവാദിത്വമില്ല. കമ്മീഷൻ വാങ്ങി അവർ സംസാരിക്കില്ല. എനിക്കറിയാം. സീരിയസ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത് സീരിയസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത് തന്നെ മാഡം പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് വിളിച്ചിട്ട് ഇത് കേസാക്കാനായിട്ട് അവരോട് പറയാം. ഇതൊരു തീരുമാനം എടുക്കാം. നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞു നിർത്തിക്കോ. രണ്ട് മൊബൈലോട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ആ മൊബൈൽ ആരാണെന്നുള്ളതല്ല, ഇവിടുത്തെ ജീവനക്കാരെ മുഴുവൻ മാറ്റണം. പോലീസുകാർ വന്നിട്ടേ പോലീസുകാർ വരുമ്പോ അറിയാം. അമ്പലത്തിനകത്ത് വെച്ചാ ചെയ്യുന്നത് പിന്നെയും കുഴപ്പമില്ല. പോയേക്കോ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമയത്തുള്ള ദൃശ്യങ്ങൾ വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അല്പനിമിഷം മുമ്പാണ് ഈ ഒരു പ്രദേശത്തേക്ക്, ഈ ഒരു വീട്ടിലേക്ക് BJP പ്രവർത്തകരും പ്രദേശത്തെ ഗണപതി ഭക്തരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത്. കമ്മീഷണറുടെ വർക്കൊന്നും ഞങ്ങളൊക്കെ ഉണ്ട്. അല്ല ഇത്രയും അവനാണ് ഏറ്റവും വലിയ കുഴപ്പം. അവിടുത്തെ ഒരു കാര്യം പറയാൻ അവനിവിടെ ഏറ്റവും വലിയ അഴിമതിയാവും. ഈ ചന്ദ്രചൂട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വാച്ച്മാനെ കണ്ട അല്ല, ഇവിടുത്തെ വാച്ച്മാനുണ്ട്. എന്തായാലും നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഷോ ആണ്, വട്ടി ഷോ കാണിക്കുന്നത്. അവിടെ അമ്പലത്തിലെ ജീവനക്കാരോട് വന്നിട്ടുണ്ട്. ആരെങ്കിലും മൊത്തം എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അമ്പലത്തിൽ ആരും തൊടൂല. അവർക്കറിയാം ഈ കാണിക്കുന്ന കൊള്ളില്ലായ്മ എന്തോ കാണിക്കുന്ന അല്ലെങ്കിൽ എന്തോ ചെയ്യുന്നത്. പിന്നെ ഒരു AC ഉണ്ട്, എന്ത് ചെയ്യാനെന്തോ നമ്മൾ 1000-2000 കൊണ്ട് കൊടുത്ത് AC ചോദിച്ചൂടെ? ചന്ദ്രചൂട് ഇങ്ങനെയല്ല അമ്മമാർക്ക് AC വിളിച്ചു പറഞ്ഞിട്ട് അവര് ഫോൺ കണ്ടപ്പോ ഇറങ്ങി ഓടി അവര് ഓടി മൊബൈൽ തിരിപ്പുണ്ട്. അകത്ത് 2 ഫോൺ ഇരിപ്പുണ്ട്. അകത്ത് നോക്കണം. ഇപ്പൊ പോലീസുകാർ വരാന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാൻ. ഞാൻ ഫോണിൽ 2 ചെയ്യിപ്പിക്കുന്ന ആരാന്നറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അതാണോ വേണ്ട? ഒരു ഹിന്ദു എന്നുള്ള അല്ലെങ്കിൽ ഹിന്ദു വേണ്ട. അകത്തെ വീഡിയോ അടിപൊളിയായിട്ട് കാണും. പിന്നെ ലാസ്റ്റ് പിന്നെ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അത് വേറെ വല്ലതും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഹരിപ്രസാദവും ചന്ദനവും ഒക്കെ തന്നെ നിർമ്മാണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇത് കാണുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഗണപതി ക്ഷേത്രത്തിലെ ഹരിപ്രസാദവും ചന്ദനവും ഇവിടെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് BJP ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറെ തടഞ്ഞു വെക്കാനുള്ള കാരണം. ഇവിടെ ഇവരെത്തിയപ്പോൾ ഇവിടെ തൊഴിലാളികളായിട്ട് നിന്നിരുന്നവരെല്ലാം ഇറങ്ങി ഓടുകയായിരുന്നു. അതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ലേഡിയെ ഇപ്പോൾ BJP പ്രവർത്തകരും പ്രദേശത്തെ ഗണപതി ഭക്തരുമായിട്ടുള്ളവർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. 500-1000 കൊണ്ട് കൊടുത്ത് മേടിക്കുമ്പോ ഇന്ന് അവരുണ്ടാക്കിക്കോട്ടെ. അതൊന്നുമല്ല, അമ്പലത്തിനകത്തിരുന്ന് ഉണ്ടാക്കണം.
അമ്പലത്തിൽ കൊടുക്കുന്ന പ്രസാദം നാളെ ചെയ്യേണ്ട സാധനം വല്ല വീട്ടക്കുഴിക്കാതിരുന്ന് ചെയ്യുന്ന പണി. എന്ത് തോന്നിവാസം കാണിക്കുക, തോന്നിവാസം. ഇതിന് കൂട്ടിയിരിക്കുന്ന ഇവിടെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇതിന് കൂട്ടിയിരിക്കുന്നത്. ഇത് എത്ര നാളുകൊണ്ട് ഇവർക്കറിയാം? ഇവർക്ക് ഇത് എത്ര നാളുകൊണ്ട് അറിയാം? ഇത് വ്യക്തമായിട്ട് ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ മന്ത്രി MLA ഇവിടുത്തെ നഗരസഭയുടെ ചെയർമാനും ഇവരെല്ലാം മാസപ്പടി പറ്റുന്നവരാണ്. ഇവിടുത്തെ ലക്ഷങ്ങൾ ഈ കീശാന്തി പലരുടെയും കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി ബാലഗോപാൽ നഗരസഭ ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ അടക്കമുള്ളവർ അനുമതി കൊടുത്ത് അനുവാദം കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടോട് സ്വീകരിക്കുന്നത്. ഇത് ശരിക്കും പ്രതിഷേധമാണ്. ഈ നാട്ടിലെ ഭക്തജനങ്ങൾ, ഞങ്ങൾ ഭക്തജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ പ്രതികരിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ അഴിമതിയും വഞ്ചനയുമാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളത്. ഇവിടെ ഭക്തജനങ്ങൾ ധരിക്കുന്ന പ്രസാദം തിടപ്പള്ളിയിൽ ഉണ്ടാക്കേണ്ടതാണ്. തിടപ്പള്ളിയിൽ ഉണ്ടാക്കേണ്ട പ്രസാദം ഒരു വാടക വീടെടുത്ത് അവിടെ ആഴ്ചകൾക്ക് മുമ്പ് ആസിഡ് ഉപയോഗിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് സമയത്ത് എടുത്ത് ഭക്തജനങ്ങൾ കൊടുക്കുന്നത്. കെട്ടിടം ആരെ വാടകയ്ക്കെടുത്ത് ആരെടുത്തു? ദേവസ്വം ബോർഡിൽ കൊടുത്തതാണോ? തിരുമേനിമാരെടുത്തയാണോ? പോറ്റിമാരെടുത്ത് ഏത് പോറ്റി എടുത്തതാണ്? കൃത്യമായി വെക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി, കൊട്ടാരക്കരയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരിക്കും അത് എടുത്തിട്ടുള്ളത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ശബരിമല സ്വർണ്ണപ്പാട് ഉണ്ട്. ചന്ദ്രചൂടൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമാനമായ ഒരു പോറ്റി ഉണ്ട് ഇവിടെ. ഞങ്ങൾ പറയുന്നു കൊട്ടാരക്കരയിൽ മുതൽ ഒരുപാട് സംഭാവന 3 വർഷം ഗണപതിയമ്പലത്തി, 3 വർഷം കഴിഞ്ഞ പടിയമ്പലത്തി ഗണപതിയമ്പലത്തി ഗണപതി അമ്പലത്തിൽ നിരവധി നടത്തത്തേയില്ല. അവിടെ ഞങ്ങൾ നെഞ്ചിക്കൂടെ ചവിട്ടി വേണം ഞാൻ അവിടെ. ഈ സ്പോൺസർമാർ നിരവധി സ്വർണ്ണങ്ങളും പണവും നെഞ്ചിൽ ചവിട്ടി വേണം ദേവസ്വം ബോർഡ് ഇവിടെ ചെയ്യാൻ. കൊട്ടാരക്കരയിൽ സ്വർണ്ണ മോഷണം ഇവിടെ ഒരേ സമയം എടുക്കത്തില്ല. ഈ ദേവസ്വം ബോർഡ് വിനായക നടത്തി ലക്ഷങ്ങളാണ് അന്നദാനത്തിന് ഫണ്ട് വന്നത്. എത്ര രൂപ അന്നദാനത്തിന് ഫണ്ട് അവിടെ ഫോൺ 6 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട. മേഡം പോലീസിനെ വിളിച്ചിട്ട് തുറക്കാൻ കയറേണ്ട മൊബൈൽ എടുക്കാൻ അറിയാൻ പറ്റും. എന്നുള്ളത് ഇപ്പൊ അറിയാൻ പറ്റും. ഇതൊന്നും ഇനി തോന്നിവാസം ദേവസ്വം ബോർഡ് തോന്നിവാസം രണ്ട് മൊബൈൽ വിനായകർത്തിക്ക് ഇവിടെ മോദം ഇതേപോലെ വെളിയിലിട്ട് വിറ്റ് സംഭവമുണ്ട്. മാഡം ഇത് മാഡം തുറന്നില്ലെങ്കിൽ ഞങ്ങൾ തുറക്കും. ഒന്നുകിൽ മാഡം തുറന്ന് പരിശോധിക്കുക. മൊബൈൽ എടുക്കാൻ അതേപോലെ ഒരു കാര്യം ഇവിടെ പറയട്ടെ. നമ്മുടെ ഒരു കടയിൽ വന്ന് കാപ്പ് കുടിച്ചു, ജീവനക്കാരെ ഇവിടെ വന്ന് കാപ്പ് കുടിച്ച് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തപ്പോ സ്വർണ്ണപ്പൊട്ട് തറയിൽ വീണ് ഗണപതിയമ്പലത്തില് സ്വർണ്ണപ്പൊട്ട് തറയിൽ വീണ്. ഇങ്ങനെയുള്ള കൊള്ളക്കാരി കള്ളന്മാരാണ് ഈ ദേവസ്വം ബോർഡിലുള്ളത്. AC തടഞ്ഞു വെച്ചേക്കാണ്. AC ഒരു വ്യക്തമായി ഒരു കാരണവശാലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടും പോകാൻ പറ്റും. ഓരോ കാര്യങ്ങൾ ദേവസ്വം ബോർഡിലോട്ട് വന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ പാപം പഠിച്ചതൊന്നും അല്ലല്ലോ. ഇന്നാള് ഒരു 10 കുട എടുക്കാൻ വരാൻ പറ്റും ഇതേപോലെ എന്നൊക്കെ വേണ്ട ഭയങ്കര ഷോ കാണിക്കുന്നത്. ഭയങ്കര ഷോ, ആവശ്യമില്ലാതെ ഷോ. ഇതിനെന്താ ഷോ കാണിക്കുന്നത്? പോലീസിനെ പോലീസിനെ അറിയിപ്പിക്കും. പോലീസിനെ അറിയിച്ചോളൂ. ഞങ്ങൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതിന് നടപടി എന്താണ്? ഞങ്ങളുടെ ചോദ്യം ഇതിന് AC നടപടി എന്താണ്? മര്യാദ വേണ്ടേ? ഇപ്പൊ എനിക്ക് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യാൻ എന്താ മേലോട്ട് റിപ്പോർട്ട്? ഈ നിയമമാണ്, ഈ നടപടിയാണ് ഈ നാടിനെ വഞ്ചിക്കുന്നത്. ഈ നടപടിയാണ് ഈ ഭക്തജനങ്ങളെ വഞ്ചിക്കുന്നത്. സസ്പെൻഡ് ചെയ്യാൻ ACക്ക് പ്രൊവിഷൻ ഇല്ല. ശരി, ഇതാരാണ് ചെയ്തത്? അവരെ ഞാൻ ചോദിക്കുന്നതേ ഈ മഹാഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം നിങ്ങളുടെ കൺമുന്നിൽ ഇതേപോലെ തെറ്റായിട്ടുണ്ടാക്കിയാൽ ഞാനിത് സത്യമായിട്ട് ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്ത് മര്യാദ പറയുന്നത്? ഈ ഗണപതി ക്ഷേത്രത്തിന് മുമ്പ് അവിടെ കുത്തിയത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അല്ലേ ഒരു AOE അവിടെ ചുമതലപ്പെടുത്തി പരിശോധിക്കണമായിരുന്നു. AOയ്ക്ക് മാസപ്പടിയുണ്ട്. AOയ്ക്ക് മാസപ്പടിയുണ്ട്. അദ്ദേഹത്തെ വിളിക്ക്. ACക്ക്
ആരാണ് കണ്ടത് എ സിക്ക് ഉണ്ടെന്ന്? ഞാൻ മേടിച്ചിട്ടില്ല. ഓക്കെ പറഞ്ഞാലെന്താ പറഞ്ഞാലെന്താ നിങ്ങൾ കേസെടുക്കൂ, നിങ്ങൾ പരാതി കൊടുക്കൂ. നിങ്ങൾ മര്യാദ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വന്ന് പരിശോധിച്ചത്. ഇനി എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ശരി, പറ്റത്തുള്ളൂ. ഇത് ചെയ്ത ആരാന്ന് മാഡം വ്യക്തമാക്ക്. ആരാണ് ചെയ്ത് ഈ വാടക ഇവിടെയുള്ള അധികാരിയോട് ചോദിച്ചേ, ദേവസ്വം ബോർഡിന്റെ അധികാരി താഴോട്ടുള്ള അധികാരിയോട് വിളിച്ചു ചോദിക്കേ എന്താണ് സംഭവം. വിളിച്ചില്ലേ? DC മേലല്ലേ, താഴോട്ടുള്ളവരെ വിളിച്ചു വരുത്ത്. നിങ്ങളുടെ കീഴിലല്ലേ ഗണപതി അമ്പലത്തിലെ മേൽശാന്തി? ഫോൺ എടുക്കാത്തതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്കിലും നിങ്ങൾ ഇവിടെ നിൽക്കണം, ഭക്തജനങ്ങൾ മുമ്പിൽ നിൽക്കണം, ഞാൻ നിൽക്കുന്നില്ലേ? ഇവിടെ നിൽക്കണം. നിങ്ങളുടെ കീഴിലല്ലേ ഇവിടുത്തെ മേൽശാന്തി ഉള്ളത് ഈ ക്ഷേത്രത്തിലെ? വിളിക്കാത്തത്തെ അദ്ദേഹത്തിന് മേൽനോട്ടത്തിലല്ലേ ഈ കരിപ്രസാദം ഉണ്ടാക്കുന്നത്? എന്ത് മര്യാദ കാണിക്കുന്ന അത്രയും വിശാലമായ ക്ഷേത്രത്തില് 10,000 ഭക്തരെ വഞ്ചിക്കില്ലേ? വഞ്ചിക്കുമല്ലേ ചെയ്യുന്നത്? ഗണപതി ക്ഷേത്രത്തിന്റെ മുമ്പിലായത് ഏത് ഭാഗത്തൊക്കെ മനസ്സിലായോ? അത് മാത്രമോ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കെല്ലാം കൊടുക്കുന്ന എല്ലാം കൊടുക്കുന്ന ഇതാ. 100 രൂപ 200 രൂപ കൊടുക്കാതെ അത് മൊത്തം അഴിമതിയാണ് നടക്കുന്നത്. ഉണ്ണിയപ്പം ഈ കരിപ്രസാദത്തിൽ മാത്രം കരിപ്രസാദത്തോട് നീതി പുലർത്താത്തവരെ ഉണ്ണിയപ്പത്തിൽ എന്തൊക്കെയായിരിക്കും ചേർക്കുന്നത്? ഉണ്ണിയപ്പത്തിൽ ശബരിമലയിലെ സ്വർണം പോയി, അവിടുത്തെ എല്ലാം പോയി, അയ്യപ്പന്റെ യോഗദണ്ഡ് പോയി, അയ്യപ്പൻ തന്നെ പോയി. അങ്ങനെ വലിയ വിഷയമായിട്ട് നടക്കുമ്പോൾ നിങ്ങൾ എന്ത് അലർട്ടാണ് ഈ ഗണപതി അമ്പലത്തിൽ കാണിച്ചത്? ഗണപതി അമ്പലത്തിന്റെ തൊട്ട് മുന്നിൽ ഏഴോടെ മുന്നിൽ കമ്പറ്റേഷൻ വരാൻ പോവാ. ബാലഗോപാലിന്റെയും ജനങ്ങൾ നോക്കണോ? പ്രശാന്ത് അതിന് അനുകൂലമാണ്. 5 കോടി രൂപ അവിടുത്തെ ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടി നിർമ്മാണത്തിന് നിങ്ങൾ ചേർത്തില്ലേ? സർക്കാരിന്റെ ഭൂമിയായിട്ട് മാറും. ഇതൊന്നും അറിഞ്ഞൂടാതാണ്. ദേവസ്വം ബോർഡിന്റെ കൈ പൈസ കൊടുത്തിട്ട് ദേവസ്വം ബോർഡ് ചെയ്യട്ടെന്ന് അങ്ങനാണെങ്കിൽ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. എവിടെയാണ് ഇന്ന്? വിളിക്കേ എവിടെയാണ് അനീഷ് ഒരു കാര്യം അല്ല ഇവിടെ ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പത്തിന്റെ കീശാന്തി ഒഴിഞ്ഞ് കീശാന്തിയെ സസ്പെൻഡ് ചെയ്ത് അഴിമതി പഴയ മേശാന്തിക്ക് ഇത് ഉണ്ണിയപ്പം കൊടുത്തു. എത്ര മേശാന്തി കീശാന്തിമാരുണ്ട് ഈ ഉണ്ണിയപ്പം കൊടുക്കാൻ? ഇത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതെന്ന് ഞാൻ തെളിയിക്കും. ഞാൻ പറയും വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോണ്ടും അതിനുള്ള ഉത്തരവാദിത്വം ചെയ്താണ്. വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിളിക്കുന്നതിന് അതിനൊക്കെ മേലുള്ള ഉത്തരവാദി കുറ്റകൃത്യം നടത്തിയവരെ നിങ്ങള് പോലീസിനെ സംസാരിക്കുന്നത് പോലീസിനെ വിളിച്ച് ഞങ്ങളെ മാറ്റി ഓക്കെ മാറ്റിക്കോ. ഉടനെ ഇറങ്ങി വരും. ഞങ്ങൾ ഇറങ്ങി വരും. വിളിച്ചോണ്ട് വരും. പോലീസിനെ നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ വിളിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസൊക്കെ പുല്ല നമുക്ക് മാഡം നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നം അവിടെ എടുത്തോണ്ട് ചന്ദ്രചൂടൻ അവനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആണിക്കല്. ഈ വിജിലൻസിൽ ഇവിടെ ഈ വിനായകത്തിന് എത്ര രൂപ ഉണ്ണിയപ്പോ എത്ര രൂപ ഇത് അന്നദാനത്തിൽ വന്നറിയാമോ? എല്ലാം മുക്കുക. ഒരു പോക്കറ്റ് ചെയ്ത് ചായ കുടിച്ച് പൈസ എടുത്തപ്പോ സ്വർണ്ണത്തൊട്ട് തടവും. ഇതിൽ കൂടുതൽ നാണക്കേട് എന്തുവാ? ഇതിൽ കൂടുതൽ നാണക്കേട് വിളിച്ചിട്ടുണ്ടോന്നേ? എന്താ മാഡം വിളിക്കത്തെ? എന്താ ബുദ്ധിമുട്ട്? ഈ ക്ഷേത്രത്തിലെ കാര്യം നോക്കാൻ ഓക്കെ ഓഫീസിലുണ്ടെന്നല്ലേ പറഞ്ഞേ? സാർ പോയി വിളിച്ചിട്ടുണ്ടേ? പുള്ളിക്കാരി വീട്ടിലായിരിക്കും ഈ സമയത്ത്. അങ്ങനെ ഏഴ് നമ്പറിലാണ് ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരെ മാറ്റാവുന്ന എഴുതി തരാമോ? എഴുതി തരാൻ ഞങ്ങൾ ഗണപതി അമ്പലത്തിലെ മുഴുവൻ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയോ മാറ്റുകയോ ചെയ്യാമെന്ന് എഴുതി തരാം. നിങ്ങളുടെ കീഴിലെ അല്ല 316 288
നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ കീഴിലാണല്ലോ ഗണപതി അമ്പലം, ഈ എസിയുടെ കീഴിലാണല്ലോ. ഇത്രയും ദിവസമായിട്ട് ഉപദേശ സമിതി പിരിച്ചുവിട്ടിട്ട് ഉപദേശ സമിതി പോലും എടുത്തില്ലല്ലോ. നിങ്ങൾക്കെല്ലാം കുറ്റകൃത്യം നടത്താൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളെ ചോദിക്കുന്നിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാല് ഈ ഭഗവാനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തജനങ്ങളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റിക്കുന്നതിന് തുല്യമാണ്. ഭക്തജനങ്ങൾ നിരപരാധികളാണ്. അവരിവിടെ കൊണ്ടുവന്ന് കാണിക്കയിടുന്നു, ഇവിടെ കൊണ്ടുവന്ന് പണം ഇടുന്നു, പൈസ ഇടുന്നു, നേർച്ച നടത്തുന്നു. ഇതെല്ലാം പറ്റുന്ന, നിങ്ങളെല്ലാം പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുന്ന ഈ നിലപാട് മാറ്റണം നിങ്ങൾ. ഇവർക്ക് എന്തോന്ന് ഇവർക്ക് എന്തോന്ന് സ്വർണം, ഇവർക്ക് കാശ് കിട്ടണം, എന്തെങ്കിലും കാശ് കിട്ടണം. ഇവിടെ വരുന്ന ജീവനക്കാരുടെ കാശ് കിട്ടണം. എന്തെങ്കിലും ഗണപതി അമ്പലത്തിലോ അപ്പം വിറ്റോ എങ്ങനെ വേണമെങ്കിലും ഇവർക്ക് വേണം, പൈസ വേണം. ഏത് തരത്തിലും പൈസ വേണം. ഇതേ ഉള്ളു ലക്ഷ്യം. രാവിലെ എണീക്കുന്നത് ഈ കാട്ടി ഇവിടെ കരിപ്രസാദം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ഞങ്ങൾ സൂചിപ്പിച്ചതാ. അപ്പൊ നിങ്ങളല്ല ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ്. വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടാതെ നടപടി എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. വന്നിട്ട് പോയാൽ മതി. മാഡം ഇരിക്കും മാഡം. ഇരിക്കും മാഡം. ഇത്രയും ലോക കള്ളി അവര്, അതുകൊണ്ടല്ലേ ഫോൺ എടുക്കുന്നത്. ഇത്രയും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഒരു ലോക കള്ളിയെ. കാരണം ഞങ്ങള് നിങ്ങളെ ബഹുമാനിക്കുന്നു. പറയേണ്ടത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അങ്ങോട്ട് പറയാൻ സമാധാനം മാഡം പറഞ്ഞോട്ടെ. എന്താ പറയാ, എന്താ ഉള്ളത്, ഇതെന്താ പറയാനുള്ളത് പറ. ഈ AC എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പോസ്റ്റ് ആണ്, ഒരു അമ്പലത്തിന്റെ കണ്ടിന്യൂസ് പോസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോൾ മാഡം വരുന്ന ഇന്നലെ ആയിരിക്കും വന്നേക്കുന്നത്. പക്ഷെ ഇന്ന് മെനഞ്ഞാന്നും അതിന് മുമ്പും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവരുടെ കണ്ടിന്യൂഷൻ ആവുമ്പോൾ അവര് ചെയ്തതിന്റെ എല്ലാം പാവഭാരവും കൂടെ എന്താ ആറ് കേൾക്കേണ്ടി വരും. AC കേൾക്കേണ്ടി വരും. മാത്രമല്ല AC ക്ക് പലയിടത്തും പണം ഉണ്ടാകാൻ പോണ്ടേ. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഒരു വർഷം പീഡി ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും ഒരു വർഷം മാത്രമേ എത്ര അല്ല ഒരു വർഷം കൊടുത്തേക്കുന്ന കാര്യം ഒരു വർഷം കൊണ്ട് 3-4 കോടി ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. അതിന്റെ ഒന്നും കാര്യമേ ഇല്ല. പോലീസ് ഇതിനകത്ത് ഇടപെട്ടാൽ പോലീസ് ഇത് തുറന്ന് തൊണ്ടി മുതലെടുക്കണം, കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ ഇവിടുന്ന് പോകാൻ പാടില്ല. വെറുതെ ഇവിടുന്ന് പറഞ്ഞിട്ടൊന്നും പോലീസ് പോകാൻ ഒക്കൂല. പോലീസ് ഇടപെടുവാണെങ്കിൽ പോലീസിന് തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൊണ്ടി മുതൽ ഞങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു, തൊണ്ടിയെയും കണ്ടെത്തിയിരിക്കുന്നു. തെണ്ടികളെ അറസ്റ്റ് ചെയ്യണം. കുറച്ച് സെക്യൂരിറ്റി ഉണ്ട്, ഡെയിലി വേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെത്ര വർഷം കൊണ്ട് നിൽക്കുക? ആ സെക്യൂരിറ്റികളൊക്കെ ഉണ്ടല്ലോ, എത്ര വർഷം കൊണ്ട് നിൽക്കുക? കാരണം പിന്നെ നോമിനേറ്ററായിട്ട് നിൽക്കുകയില്ല. ചിന്തിക്കണം. ഇതൊരു ആസിഡ് മിക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമ്പോ അത് എത്രത്തോളം ജനങ്ങളെ ബാധിക്കും ചിന്തിക്കണം. ഈ ഭക്തജനങ്ങളെ തെറ്റെന്നെ പറയാൻ നടപടി പറയാൻ തെറ്റാണ് പറഞ്ഞിട്ടുണ്ടോ? തെറ്റാണ്. AC-യുടെ അധികാര പരിധിയിൽ നിന്ന് നടപടി എടുക്കുന്നതിന് അവരെ വിളിക്ക്, ചെയ്ത ആളെ വിളിക്ക്. ശരി, മാഡത്തിന്റെ അറിവിൽ ആരായിരിക്കും ചെയ്തത് പറ. ഈ ചെയ്ത ആരായിരിക്കും? നമുക്ക് മാറ്റാൻ പറ്റും. അത് പറ മാഡം പറ. ഈ കാര്യം ചെയ്തത് ആരായിരിക്കും? മാഡത്തിന് അറിവുണ്ടാവുമല്ലോ. ഇത്രയും സ്റ്റാഫുകളുണ്ട്, ഇത്രയും അവിടെ എയോട് കാണുന്ന നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ഇതിപ്പോ എന്നോട് സത്യസന്ധമായ കാര്യം നടപടിക്ക് ശുപാർശ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ നേരത്തെ ഇരുന്ന ആളുകൾ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഈ AC-യുടെ കീഴിൽ വരുന്ന പല ക്ഷേത്രങ്ങളിലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊള്ളരായ്മ. കോട്ടുക ക്ഷേത്രത്തില് നിങ്ങൾ കാണിച്ചത് തെറ്റ്. അവിടുത്തെ കഴകത്തെ നിങ്ങൾ താൽക്കാലികമായിട്ട് ആ പ്രദേശത്തുള്ള ആളിനെ മാറ്റി. ഇത് AC-യുടെ നേതൃത്വത്തിൽ AC അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞത എന്ന് പറയുന്ന എക്സ്ക്യൂസ് അല്ല. ക്ഷേത്രത്തിൽ നടന്നേക്കുന്ന പരിപാടി AC-യുടെ നേതൃത്വത്തിൽ തന്നെയാണോ നടന്നേക്കുന്നത്? ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതെന്തിനാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കി വഴി എത്ര നോക്ക്. ഇതിന്റെ ഫ്രണ്ടിൽ എന്താണ് ബോധം? ജ്യോതിശാലയെന്നാണ് വെച്ചേക്കുന്നത്. ഈ സാധനം നടക്കുന്നത് നല്ലല്ലോ എഴുതി ഈ സാധനം ക്ഷേത്രത്തിലേക്കുള്ളതാ. അപ്പൊ അവിടെ മാഡത്തിന്റെ ആഗ്രഹം അവിടെ പ്രസാദം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണവരെന്ന്. ഞാൻ എന്തുവാണ് ഇൻസ്പെക്ട് ചെയ്യാനാണ്. ഈ ജോത്സ്യം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യരുതെന്ന് ഇവിടെ
ആ പാവപ്പെട്ടവനെ ഉപദ്രവിക്കാൻ മാഡം ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് പരസ്യപ്പെടുത്താൻ എന്താ അറിയാമോ? ത്രികോവിലാന്ന് വരുന്നേ. ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരും. നിങ്ങൾ ആ നിമിഷം പരസ്യപ്പെടുത്തണമായിരുന്നു. ഇത് ആരെ ജനങ്ങളുടെ കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തിൽ തീ കോരിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് അവിടെ നിന്ന് കാത്തു നിന്ന് പറയുന്നത് പറയട്ടെ, കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തിൽ തീ കോരിയിട്ടുണ്ടാകുന്നത് ഇതിനകത്ത് വരെ കഴിയുന്നു. ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് സംഭവ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സാറേ അങ്ങനല്ല. ഇവിടുത്തെ തൊണ്ടി മുതൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഭക്തജനങ്ങളെ വഞ്ചിച്ച നിലപാടാണ്. അതിന്റെ കമ്മീഷൻ ആസിന് വേണ്ടി നിർമ്മിച്ചിരിക്കുകയാണ്. അതല്ല, ഇത് ചെറിയ വിഷയമല്ല. പറയട്ടെ സാർ, ഇത് നമ്മളെല്ലാം ധരിക്കുന്ന പ്രസാദമാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഇന്ത്യയിൽ ഭാഗത്തുനിന്നും ധരിക്കുന്ന പ്രസാദം. ഈ പ്രസാദത്തെ ഭക്ത ആചാര ലംഘനം, അതായത് തിടപ്പള്ളിയിൽ ഉണ്ടാക്കേണ്ട പ്രസാദമാണത്. തിരുമേനിമ തിടപ്പള്ളിക്ക് ആ സ്ഥലത്തുണ്ടാക്കുന്ന പ്രസാദം ഇത് ഏതോ ഒരുപാട് കക്കൂസ് മാലിന്യ കക്കൂസിനോട് ചേർന്ന് ഈ വേസ്റ്റ് കുഴിയില് ഈ വേസ്റ്റ് ബംഗാളികളെ കൊണ്ട് ദാണ്ട് ഈ ഇത് ചെയ്തേക്കാണ്. ഇതാണ് നമ്മൾ ഇവിടുത്തെ ഭക്തജനങ്ങൾ വളരെ വിശ്വാസവും ധരിക്കുന്ന പ്രസാദമാണിത്. ഇത് ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ്. AC സംഭവിച്ചല്ലോ, ഇത് തെറ്റാണെന്ന് AC സംഭവിച്ചു. എന്ത് നടപടി ചെയ്യാൻ പറ്റും നമുക്ക്? എനിക്കിതിപ്പോ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റും കമ്മീഷൻ വരണം. അതാണ് നമ്മുടെ നിലപാട്. വിളിച്ച് ഞാൻ ഇതൊരു സ്പീക്കർ ഇട്ടാണ് സാർ പറഞ്ഞത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്തോ. DC പറഞ്ഞ വർത്തമാനം DCക്ക് നല്ല കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവർ തടയുക, നിങ്ങൾ DGP ഓക്കെ, നിങ്ങൾക്ക് നിയമം പാലിക്കാം, പക്ഷെ ഞങ്ങൾ നിയമം ലംഘിക്കും. ഇത് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിയമം ലംഘിക്കാൻ തയ്യാറാണ്. കാരണം ഇത് പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടിരിക്കരുത്. അത് ഞങ്ങൾ അഭ്യർത്ഥനയാണ്. അല്ല സാർ, അല്ല പറയുകയാണ്, ഇതിന് നടപടി ഉണ്ടാവണം. ഇതിപ്പോ മാഡം ഉത്തരവാദി അല്ല, ഉത്തരവാദികളെ വിളിച്ച് ഫോൺ ഞങ്ങൾ വിളിച്ചു. താഴെയുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അവരാണ് ഇതിന്റെ ഉത്തരവാദിയെങ്കിൽ അവരെ വിളിക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിക്കണം. DC പറഞ്ഞ നിരുത്തരവാദപരമായ DC ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞ വർത്താനം സാർ കേൾക്കണമായിരുന്നോ? അത്രത്തോളം നിരുത്തരവാദം നിങ്ങൾ ചെയ്തോ. ഞങ്ങൾക്കൊന്നും വിഷയമല്ല. ചുമ്മാതാണോ ശബരിമലയിൽ സ്വർണ്ണപ്പാളി കൊണ്ടുവന്ന്? കൊട്ടാരക്കരയിൽ സ്വർണ്ണങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ സ്വർണ്ണങ്ങൾ കൊണ്ടുവരുന്നത് വ്യക്തമായ അന്വേഷണം. ഇത് ഭക്തജനങ്ങളുടെ വഞ്ചിക്കുന്ന ക്ഷേത്രത്തിന്റെ ഈ ഭക്തജനങ്ങളോടുള്ള വഞ്ചനയും കാണിച്ച വ്യക്തികളെ മുഴുവനും ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിലായി. അവര് AC വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നത്. ഹലോ, ശരി, നമുക്ക് അത് മാഡം പറയുന്ന പോലെ മാഡം എടുക്കുന്നു നോക്കാം. അവരെടുക്കത്തില്ല. AC മാഡം പറഞ്ഞത് മുകളിൽ റിപ്പോർട്ട് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്? ശരി, ഓക്കെ, ഞങ്ങൾ സമ്മതിക്കാം. ഇത് തുറന്ന് പരിശോധിക്കണം. ഈ തൊണ്ട് ഞങ്ങൾ ഇത്രയും പോലീസിന്റെ സാധ്യത ഇത് തുറന്ന് എന്തൊക്കെയാണ് തൊള്ളത് വെക്കാം. നാളെ കാണത്തില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ തിരിഞ്ഞു പോയാൽ ഇതിനകത്തൊന്നും കാണത്തില്ല. അവിടെ തൊണ്ടി പരിശോധിച്ച് തൊണ്ടി മുതലായിട്ട് അത് ഈ റൂം സീരിയൽ വെക്കുക, എന്നിട്ട് നടപടി എടുക്കുക. ഞങ്ങൾ തിരിച്ചു മുഴുവൻ ജീവനക്കാരെ ACയുടെ സാന്നിധ്യത്തിൽ SI അടക്കമുള്ളവർ ഇത് പരിശോധിച്ച് ആ റൂം സീൽ ചെയ്യാം. പ്രസാദം തയ്യാറാക്കുന്ന കക്കൂസിനകത്ത് ചോദിക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് കക്കൂസിന് ചെവിട്ടിയിട്ടാണ് ചെയ്യാൻ ആർക്കാണ് അധികാരം? മാഡം, ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആണോ? ഭക്തജനങ്ങൾക്കാണോ? പോലീസിന് അതിനകത്ത് അധികാരമുണ്ടോ? ആസിഡാണ് തുറന്ന് പരിശോധിക്കുക. എന്തൊക്കെയുണ്ടെന്ന് ഞങ്ങൾ കാണണം, അറിയണം. പരിശോധിക്കുക, എന്നിട്ട് സീൽ ചെയ്യുക. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അതിനാണ് ഉള്ളത്. മനസ്സിലായോ? നിങ്ങൾ പരാതി കൊടുക്കുക, മാഡത്തിന് അറിയിക്കുകയും ചെയ്യാം. അവരത് മുന്നോട്ട് റിപ്പോർട്ട് മാഡത്തിന് പറയുന്നത് കേൾക്കൂ.
മാഡത്തിന്റെ സ്ഥാനത്തിൽ മാഡത്തിന് ഇത് തുറന്ന് പരിശോധിക്കാം. അവർക്ക് തുറന്ന് പരിശോധിക്കാനുള്ള അധികാര അവകാശമുണ്ട്. അവർക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം. ഞങ്ങൾ പറയുന്നത് അതിനകത്ത് അങ്ങനെ പരിശോധിക്കുന്നെങ്കിൽ എല്ലാവരോടൊന്നും വരാൻ പറ്റത്തില്ല. സമ്മതിക്കാം, പക്ഷേ സീൽ ചെയ്യണം. ഞാൻ പറയട്ടെ, അവർ 20 മുതൽ 2 പേരുടെ ഫോണുണ്ട്, അവർ ഓടിയതാണ്. ഇവിടെ സ്റ്റാഫുകൾ ഇതേ ആധാര ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഞങ്ങൾ പറയട്ടെ, ഇവിടെ 2 സ്റ്റാഫുകളുടെ യാഥാർത്ഥ്യം കണ്ടിട്ട് മാഡം സമ്മതിക്കാതിരിക്കുന്നത് ശരിയല്ല. മാഡത്തിന് കേസെടുക്കാനും ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം ഇത്ര മാത്രമേ പ്രസിഡന്റും കമ്മീഷനും 2 സ്റ്റാഫുകളുടെ ഫോൺ എടുക്കാറുണ്ട്. അതിൽ തന്നെ 20 മുതലാണല്ലോ. അത് പരിശോധിക്കാം, ആ 20 പരിശോധിക്കാം, സീൽ ചെയ്യുക. അതങ്ങ് ചെയ്താൽ മതി, അതങ്ങ് എടുത്ത് അല്ലെങ്കിൽ സീൽ ചെയ്യണം. സീൽ ചെയ്യണം. ചെറിയ വിഷയമല്ല സാർ, ചെറിയ വിഷയമല്ല, ഇത് വലിയ ഇത്തരത്തിൽ ക്ഷേത്രവിരുദ്ധമായ പരിപാടി കാണിക്കുന്ന ഒറ്റ ജീവനക്കാരനെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഞങ്ങൾ വൈകുന്നേരം അവിടെ വന്നിട്ട് അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ അന്നേരം പോലീസ് ഇരിക്കാം. ഞങ്ങളുടെ ആവശ്യം അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. നമ്മുടെ സമയം അവരാ കേസെടുക്കണം. എന്താ ചെയ്യേണ്ട പറയുന്നത്? കാരണം ആരും ഇതിന് ബന്ധപ്പെട്ട ആരും ഫോൺ എടുക്കുന്നില്ല. എനിക്ക് ഗ്രൂപ്പിന്റെ കസ്റ്റോഡിയനാണ് ഞാൻ. എല്ലാ ദേവസ്ഥന്റെയും എന്റെ കീഴിലാണെന്നേ ഉള്ളൂ. ഈ അടുത്ത് നടക്കുന്ന ഈ ഇവിടെ എയോ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഒരു സബ് ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന എയോയ്ക്കാണ്. ഉത്തരവാദിത്തപ്പെട്ട ആരും എടുക്കുന്നില്ല. അപ്പൊ ഇവർ ഇത്രയും പറയുന്നത് എനിക്കും കാണുമ്പോ ഇത് അവിടുത്തെ പ്രസാദം ആണ്. അപ്പൊ പിന്നെ നമുക്കത് നോക്കാം. ഇത് മകസർ തയ്യാറാക്കാൻ വേണ്ടി ദേവസ്വത്തിന്റെ ഇപ്പൊ കമ്മീഷണറോ പിന്നെ പ്രസിഡന്റോ വന്നില്ലെങ്കിൽ വിജിലൻസ് വീഡിയോ ഒക്കെ എടുക്കുന്നേ നമ്മുടെ സാന്നിധ്യത്തിൽ ഫോട്ടോ വീഡിയോ മാഡം സർ, ഇത് ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് ആരുടെ അതോറിറ്റി ആണെന്നും കസ്റ്റോഡിയൻ ആണെന്നും എനിക്കറിയാം. അമ്പലത്തിലെ പ്രസാദം ഇരിക്കുന്നത് അമ്പലത്തിൽ തീരുമാനം എടുക്കണമെന്നാണ്. ഇതിപ്പോ നിങ്ങൾ ഇത്ര ഇടപെട്ട് കാര്യം ഞങ്ങൾ കേസെടുക്കാൻ പറ്റില്ല. ഇത് വരുന്നുണ്ട്. അല്ലെങ്കിൽ കമ്മീഷണർ ഞങ്ങൾ ഞങ്ങൾ മാറ്റി കൊടുക്കണം. ഞങ്ങൾ ഇതൊന്നും കഴിച്ചിട്ടില്ല. ഇല്ല, നാളെ കൊടുക്കാൻ പരിഹാരം ഉണ്ടാക്കണ്ടേ? ഇതിനകത്ത് മദ്യപാനമാണ്. അല്ലല്ലോ, നമ്മൾ ഇത്ര നേരം ഇവിടെ പറഞ്ഞു മദ്യപാനം ഉണ്ടായിരുന്നു. സാറേ 12 രൂപയുടെ പാട്ടുകൂട്ട് അതിനെ അല്ലി പൊട്ടിച്ചാൽ മതി. അങ്ങനെ നിർത്താൻ നമുക്കറിയാം. മേഡം ഇതൊന്നും തുറക്കണേ, അല്ലെങ്കിൽ നാളെ ചന്ദനം അല്ലാതായി മാറും. തുറക്കാൻ പറ അവരടുത്ത്. ശബരിമലയിലെ ഈ ബിൽഡിങ്ങിന്റെ ഓണർ നമ്മുടെ അമ്പലകൃഷ്ണ ഡോക്ടർ ഒന്ന് വിളിക്കാം. ജഗന്നാഥ്